ഹലോ എവ്രി വൺ, നിങ്ങളുടെ ചാപ്റ്റർ 1 ഫ്രം ക്ലാസ് 12 വെറും 10 മിനിറ്റ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഇൻക്ലൂഡിങ് ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. മക്കളെ, ഈ ചാപ്റ്റർ ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കേണ്ടത് പ്ലസ് ടു ഏത് ചാപ്റ്റർ ആണെങ്കിലും NCERT ക്വസ്റ്റ്യൻസ് മൊത്തം കവർ ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് NCERT തന്നെയുള്ളതാണ്. അതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്താൽ ധാരാളം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യുക. ബാച്ചിലുള്ളവരാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. പഠിക്കുക, ബാച്ചിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ PDF കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്ന് വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ. ഓക്കെ, ഇസ് ഗിവൺ ബൈ 2 3 3 2. മക്കളെ, 2 3 3 2 എന്താ റിഫ്ലെക്സീവ് ആണ്? അല്ല. റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 1 2 2 3 3 ഉണ്ടാവണം. അല്ല. ട്രാൻസിറ്റീവ് ആണോ? 2 3 ഉണ്ട്, 3 2 ഉണ്ട്, 2 2 ഉണ്ടോ? ഇല്ല. അപ്പം അതുമല്ല. ഇക്വാലൻസ് എന്താണല്ലോ? അപ്പോൾ സിമെട്രിക് ആണ്. സിമെട്രിക് റിലേഷൻ ആണ്. 2 3 മിറർ 3 2 ഉണ്ട്. ഇവിടെ നോക്കിയേ, 4x + 3 എന്നുള്ള ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് മീൻസ് 1 1 ആണെന്ന് കാണിക്കണം, പിന്നെ ഓൺ ടു ആണെന്ന് കാണിക്കണം. ഓക്കെ, ഹൗ ടു ഷോ 1 1? ഇതാണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 1 1 ഓൺ ടു ഇൻവേർട്ടിബിൾ, 1 1 ഓൺ ടു ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കുക, ആൻഡ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതാണ് മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, 1 1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് f(x1) = f(x2) എന്ന് എഴുത്. f(x1) = f(x2) എഴുതുക. അപ്പോൾ എന്താ? 4x1 + 3 = 4x2 + 3. ഇനി നമുക്ക് x1 = x2 ആണെന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിഞ്ഞു. എടീ, +3 +3 രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുക. 4x1 = 4x2. ഇനി ഈ 4 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തോ. അപ്പോൾ ഇത് എന്താണെങ്കിൽ കിട്ടുക? x1 = 4/4 x2. അപ്പുറം സൈഡിൽ ഡിവിഷനാണ്, അവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇവിടെ ഡിവിഷൻ. ഇവിടെ കട്ട് x1 = x2 എന്ന് കിട്ടി. എനിക്ക് f(x1) = f(x2) തുടങ്ങിയിട്ട് ഇത് കിട്ടുകയാണെങ്കിൽ therefore ഫംഗ്ഷൻ ഈസ് 1 to 1. 1 1 ആണ്. സിമ്പിൾ. അത് കിട്ടി. ഇനി ഓൺ ടു എന്താണ് ചെയ്യുക? മക്കളെ, ഓൺ ടു നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു റേഞ്ച് കണ്ടുപിടിക്കാൻ. സെയിം മെത്തേഡ്. ഓൺ ടു നമ്മൾ സെയിം മെത്തേഡ് ആസ് റേഞ്ച്. ഓക്കെ, റേഞ്ച് കണ്ടുപിടിക്കണം. അതാണ് റേഞ്ചും നമ്മുടെ കോഡ് മെയിൻ. ഇതാണ് കോഡ് മെയിൻ, CD. ഓക്കെ, കോഡ് മെയിൻ എന്താണ്? ക്വസ്റ്റ്യനിൽ റിയൽ നമ്പേഴ്സ്. റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? f(x)ന് നമ്മൾ y എന്ന് വിളിക്കുന്നു. ഓക്കെ, y = f(x). ഓക്കെ, y ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ y = f(x). അപ്പോൾ y = 4x + 3. നമ്മൾ x-നെ തന്നെ ആക്കിക്കേ. x-നെ തന്നെ ആക്കുമ്പോൾ 3 ഇങ്ങോട്ടേക്ക്, y - 3 = 4x. ആ 4 മൾട്ടിപ്ലിക്കേഷനിൽ ഡിവൈഡ് ചെയ്തേ, y - 3 / 4 = x. ഓക്കെ, ഈ സ്റ്റെപ്പ് കണ്ടോ? എക്സ് തന്നെ ആക്കിയത്. ഇതാണ് ഇൻവേഴ്സ്. തന്നെയാണ് ഇൻവേഴ്സ്. അതേ സമയത്ത് നമുക്ക് റേഞ്ചും ചെക്ക് ചെയ്യാം. മക്കളെ, ഇവിടെ y ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. വൈന് എന്ത് നമ്പർ ആവാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റേഞ്ചിൽ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വൈന് എന്താ പറ്റുക? ഡിനോമിനേറ്ററിലാണോ? അല്ല, ഡിനോമിനേറ്ററിലാണ് 0 പറ്റൂല. ഇനി റൂട്ടിനുള്ളിലാണോ? അതുമല്ല. അപ്പോൾ എന്ത് നമ്പർ ആവാൻ വലിയ പ്രശ്നം. അപ്പോൾ y ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഇതാണ് റേഞ്ച്. എടാ, റേഞ്ച് റിയൽ നമ്പേഴ്സ്, കോഡ് മെയിൻ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് പറയാം കോഡ് മെയിൻ = റേഞ്ച്. therefore ഓൺ ടു ആണ് ഫംഗ്ഷൻ. ഓൺ ടു ആണ്. അപ്പോൾ ഫംഗ്ഷൻ 1 1 ഓൺ ടു ആയതുകൊണ്ട് എനിക്ക് പറയാം f is ഇൻവെർട്ടിബിൾ. ഇൻവെർട്ടിബിൾ നിങ്ങൾ അങ്ങനെ എഴുതുക. 1 1 ഓൺ ടു ആണെങ്കിൽ ഇൻവെർട്ടിബിളാണ്. ഇനി ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? f ഇൻവേഴ്സ് = മക്കളെ, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഈ x-നെ തന്നെ ആക്കിയിട്ടില്ല, അതാണ് ഇൻവേഴ്സ്. അപ്പോൾ f ഇൻവേഴ്സ് = y മാറ്റിയിട്ട് അവിടെ x ആക്കി. x - 3/4. x - 3 / 4. ഇതാണ് ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. ഇതാണ് ഇൻവേഴ്സ്. ഫംഗ്ഷൻ 4x + 3 ആണ്. ഇത് x - 3 / 4. ഇങ്ങനത്തെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള 1 1 ഓൺ ടു കുറേ ക്വസ്റ്റ്യൻസ് വരും. ഞാൻ നോട്ട്സ് വെക്കാം വിത്ത് ആൻസേഴ്സ്. കാരണം ഇതിൽ റിപ്പീറ്റ് ചെയ്യില്ല, കാരണം നമ്മുടെ സമയം പോകും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫംഗ്ഷൻസ് ഇസ് 1 1? 1 1 ഫംഗ്ഷൻ എപ്പോഴും എന്താണ്? ഓഡ് പവർ ആയിരിക്കും. ഓഡ് പവർ ആയിരിക്കും. അതൊരു കാര്യമാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈവൻ പവറാണ് പോയി. അപ്പം x² ആണോ? അല്ല. 1 1 അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫ് നോക്കിയേ, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഫെയിൽ ആയി. ഓക്കെ, sin x ആണോ? sin x നോക്കിയാൽ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് പാസ്സാകുമോ? ഇല്ല, കട്ടായി, തെറ്റി. അത് 2 പ്രാവശ്യം ടച്ചായി. x³ എന്താണ്? x³ പ്രശ്നമില്ല, സീനില്ലാത്ത നല്ല ആളാണ്. mod x-ൻ്റെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? mod x-ൻ്റെ ഗ്രാഫ് V ഷേപ്പാണ്. അതും മൾട്ടിപ്പിൾ ടൈംസ് കട്ടാവും. ഓക്കെ, അപ്പോൾ അതും ഫെയിൽ ആയി. അപ്പോൾ ഓപ്ഷൻ D മാത്രം, x³ മാത്രമാണ്. നോക്കിയേ, 4x + -1 ഉണ്ട്, x² ഉണ്ട്. നമുക്ക് കോമ്പസിഷൻ ഓഫ് ഫംഗ്ഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇവിടെ നോക്കിയേ, GOF എന്ന് പറഞ്ഞാൽ g of f(x). ഓക്കെ, ആ g പുറത്തിടുക. ആദ്യം f(x) എടുത്ത് g പുറത്തിടുക. f(x) എന്താണ്? 4x - 1 ക്വസ്റ്റ്യനിൽ വന്നു. ഇനി g of x എന്ന് പറയുമ്പോൾ x² കേട്ടോ.
എടാ ജീൻ്റെ ഉള്ളിൽ എന്തിട്ടാലും അത് സ്ക്വയർ ചെയ്യും. ജീനുള്ളിൽ എക്സ് ഇട്ട് എക്സ് സ്ക്വയർ, ജീനുള്ളിൽ മാങ്ങ ഇട്ടാൽ മാങ്ങ സ്ക്വയർ, ജീനുള്ളിൽ തേങ്ങ ഇട്ടാൽ തേങ്ങ സ്ക്വയർ. അപ്പോൾ ജീനുള്ളിൽ 4x - 1 ഇട്ടാൽ 4x - 1 സ്ക്വയർ. അപ്പോൾ എത്രയാ? അവിടെ 4x - 1 സ്ക്വയർ. അങ്ങനെ തന്നെ വെച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സ്പാൻഡ് ഒന്നും ചെയ്യേണ്ട. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് 2. ആ എക്സിന് 2 ഇട്ടേ. അപ്പോൾ 4x - 1 4 × 2 - 1 സ്ക്വയർ ചെയ്യുക. അപ്പോൾ 8 - 1 സ്ക്വയർ വിച്ച് ഇസ് 7 സ്ക്വയർ. 7 സ്ക്വയർ 49. ആൻസർ 49. സിമ്പിൾ. കോമ്പസിഷൻ പഠിക്കണം. GOFും FOGയും ചിലപ്പോൾ ചോദിക്കുക, രണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഡി. ഇവിടെ നോക്കിയേ, നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് സേ എക്സാം ആണ്, അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടി കൂടുന്നു പ്രതീക്ഷിക്കുക. ഓക്കെ, mod x + 1 1 1 ആണ്. ഓക്കെ, ഇഫ് ദ ഫംഗ്ഷൻ mod x + 1 ഫൈൻഡ് ദ ഡൊമെയിൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? mod x + 1, mod x എന്ന് പറയുമ്പോൾ ഇതാണ് ഫംഗ്ഷൻ. അത് +1 ആകുമ്പോൾ എന്താ സംഭവിക്കുക? x 0 ആകുമ്പോൾ y1. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ +1 പഠിച്ചതാണ്. ഓക്കെ, ഇനി സെലക്ട് ദ ഡൊമെയിൻ ഫ്രം ദിസ്. ഓക്കെ, ഈ പ്രശ്നം എന്താ? 1 1 ആവുകയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ടെസ്റ്റ് പാസ്സാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഭാഗം മാത്രം വരിക, കാരണം ഈ ഭാഗം വരാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഭാഗം വരിക. അപ്പോൾ രണ്ട് ഭാഗം കൂടി വരുമ്പോഴാണ് ടച്ച് ആവുന്നത്. അപ്പോൾ ഡൊമെയിൻ കുറച്ചാൽ മതി. ഇവിടെ -1 to 1 എന്ന് പറയുമ്പോൾ ഡൊമെയിൻ എന്താണ്? ഇത് ഇവിടെ ആകുമ്പോൾ 2 പ്രാവശ്യം. അപ്പോൾ അത് വർക്കാവില്ല, ഇവൻ വർക്കാവില്ല. 1 to 2 ആണില്ല, 1 to 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് മാത്രമാണ് വർക്കാവും, ഇത് വർക്കാവും. ഓക്കെ, ഇത് വേണമെങ്കിൽ പച്ച കളർ കാണിച്ചിടാം. ഇതാണ്, ഇത് പാസ്സാവും, ഒരു പ്രാവശ്യം ടച്ച് ആവുള്ളൂ. ഓക്കെ, -∞ അത് പ്രശ്നമാണ്, ഫുള്ള് പ്രശ്നമാണ്, അത് പറ്റൂല. അതാണ് ഓൾറെഡി ഉള്ള ഡൊമെയിൻ, പറ്റൂല. -∞ to 1 നിങ്ങൾ നോക്ക്, -∞ to 1 ഇതവിടെ കട്ടാവില്ലേ? അവിടെ കട്ടാവും, പറ്റൂല, അതും പറ്റില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഓൺ ടു ദെൻ സെലക്ട് ദ റേഞ്ച്. ഓൺ ടു ആണെങ്കിൽ എന്താ? നിങ്ങൾ ഇങ്ങനെ നോക്കുക. ഓൺ ടു ആണെങ്കിൽ കോഡൊമെയിൻ റേഞ്ച് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ വരിക? ഇഫ് ദ ഫംഗ്ഷൻ f of x is equal to is on to എന്ന് പറയുമ്പോൾ കോഡൊമെയിൻ റേഞ്ച് ഈക്വൽ ആയിരിക്കണം. on to is equal to, അപ്പം ഈ ഫംഗ്ഷൻ ആണെങ്കിൽ ഓക്കെ 1 to 2 ആണെങ്കിൽ എന്താ വരിക? ഇവിടെ എന്താണെങ്കിലും അതല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ആൻസർ ചെയ്യേണ്ടത്? ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ക്വസ്റ്റിന്. നമ്മുടെ നേരത്തെ നമ്മൾ സെറ്റ് 1 to 2 ആണ്. 1 to 2 ആണെങ്കിൽ നമ്മുടെ റേഞ്ച് എന്താണ് വരിക എന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ 2 to 3 ആണ് വരേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ ഓൺ ടു ആണെങ്കിൽ 2 to 3 ആയിരുന്നു വേണ്ട. ആ ഓപ്ഷൻ കാണുന്നില്ല. എനിക്കൊന്ന് ഇവർക്ക് തെറ്റിപ്പോയതായിരിക്കും. 2 to 3 ആയിരിക്കും ഉദ്ദേശിച്ചത്. അതുണ്ടെങ്കിൽ അത് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് വർക്ക് ആവില്ല, ഓൺ ടു ആവില്ല. കാരണം 1 1 അല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ശരിക്കും 2 to 3 ആണ് വരേണ്ടത്. ഓക്കെ, റെഡി ആണല്ലോ? ഇനിയിപ്പോൾ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ്, ഒന്നുകിൽ 0 to ∞ അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് ഏതെങ്കിലും ആക്കായിരുന്നു. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതും കാര്യമില്ല. ഇവിടെയും ഓവർലാപ്പ് വരും. ഓക്കെ, ഒന്നെങ്കിൽ 1 to ∞, ഓക്കെ, അല്ലെങ്കിൽ -0 to ഇങ്ങോട്ട്, അങ്ങനെ വർക്കാവുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും വർക്കാവില്ല. എല്ലാത്തിലും പ്രശ്നം വരും. ഓക്കെ, ഈ ആ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. cos x-ഉം g of x തന്നു, FOGയും GOFും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ. ഇത് മോഡുലസ് ആണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ, f of x തന്നു, g of x. FOG കണ്ടുപിടിച്ചോ? f അവിടെ വെക്കുക, g എഴുതുക. ഓക്കെ, അപ്പോൾ f എന്താണ് അറിയില്ല, g എഴുതിക്കോ. g എന്താണ്? mod x. mod x കൊണ്ടിട്ട് f കൊണ്ടിട്ട്, f എന്ന് പറഞ്ഞാൽ cos x. അപ്പോൾ cos of mod x. മറ്റേത് വളരെ സിമ്പിൾ, GOF എന്ന് പറയുമ്പോൾ എന്താണ്? g പുറത്ത് വെക്കുക. f of x എന്ത് എഴുതിക്കോ? f of x എന്ന് പറയുമ്പോൾ cos x. cos x കൊണ്ടിട്ട് ജിനുള്ളിൽ, g എന്ന് പറഞ്ഞാൽ mod x. അപ്പോൾ mod of cos x. mod of cos x, മറ്റേത് cos of mod x വരും. ഓക്കെ, റെഡി. 1 2 3 തന്നു, b എന്ന് പറഞ്ഞാൽ വേറെ സെറ്റ് തന്നു, ഡിഫൈൻഡ് ബൈ ഇത് y is equal to x plus 1. റൈറ്റ് ഇറ്റ് ഇൻ റോസ്റ്റർ ഫോം. മക്കളെ, രണ്ടാമത്തെ സെറ്റിൽ നിന്ന് ഫസ്റ്റ് സെറ്റിനെക്കാട്ടും ഓർമ്മ വലുതുണ്ടോ എന്ന് നോക്കുക. നോക്കിയേ, 2 എന്ന് പറഞ്ഞാൽ വൈനെക്കാട്ടും 1നെക്കാട്ടും വലുതാണ്. ഇല്ല, ഇങ്ങനെ ആലോചിച്ച് 1 2 3, ഇവിടെ 2 3 4 5, ഇവിടെ x, ഇവിടെ y. ഇവിടെ x 1 ആണെങ്കിൽ ഇവിടെ 2 വരും, 2 3 ആവും, 3 4 ആവും. അതാ ബന്ധം. അപ്പോൾ 1 2 2 3 3 4 അത്രേ വരുള്ളൂ. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, റിലേഷനാണ്, ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ഫംഗ്ഷനാണ്, പക്ഷേ ഇത് ഓൺ ടു അല്ല. ചെക്ക് വെദർ ഫംഗ്ഷൻ ഇസ് 1 1. യെസ്, ഓൺ ടു നോ. കാരണം എന്താണ്? 5ന് പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, ഇത് ഗിവൺ ബൈ ഇത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിൾ. 1 1 പ്രൂവ് ചെയ്യണം. എന്താണ്? f of x1 ഈക്വൽ ടു f of x2 വെച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ x1 ഈക്വൽ ടു x1 plus 2 ഇസ് ഈക്വൽ ടു x2 ഇസ് ഈക്വൽ ടു x2 ബൈ ഇത് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അവസാനം കിട്ടിക്കോളും. അപ്പോൾ x1 ഇൻറ്റു x2 plus 2 ഇസ് ഈക്വൽ ടു x2 ഇസ് ഈക്വൽ ടു x1 plus 2. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? x1 x2 plus 2x1 ഇസ് ഈക്വൽ ടു x1 x2 plus 2x2. രണ്ട് സൈഡിലും x1 x2 ഉണ്ട് കട്ട്. അപ്പോൾ 2x1 ഇസ് ഈക്വൽ ടു 2x2.
ആ 2 രണ്ട് സൈഡിൽ നിന്ന് ഡിവൈഡ് ചെയ്താൽ x1 ഈക്വൽ ടു x2, ഹെൻസ് ഇറ്റ് ഈസ് 1 1. ഓക്കെ, ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് റെപ്പിറ്റേഷനാണ് വരുന്നത്. ഇതാ ഇവിടെ എഫും ജിയും തന്നിട്ടുണ്ട്, FOG കണ്ടുപിടിക്കുക, F ഇൻവേഴ്സ് ജി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. 1 1 on 2 ഒന്ന് പ്രൂവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ടും. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും GOF GF നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ വന്നത് വീണ്ടും ഇവിടെയും 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. FOF കണ്ടുപിടിക്കുക. അത് രസമുള്ളൊരു ക്വസ്റ്റ്യനാണ്. FOF എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പം എഫ് ആദ്യം എഴുതുക 3x - 2 ഉള്ളിൽ. ആ 3x - 2 വീണ്ടും 3x - 2 അപ്പോൾ എന്താ? എക്സിനുള്ളിൽ വീണ്ടും 3 × 3x - 2 -2 വരും. ഇതാണ് വരിക ആൻസർ. ഓക്കെ, അതുപോലെ 9x - 6 -2 അപ്പോൾ എത്ര വരിക? 9x - 8 വരും. ഓക്കെ, ആ എഫ് ഓഫ് എക്സിനുള്ളിൽ വീണ്ടും എഫ് ഓഫ് എക്സ് ഇടുന്നു. ഓക്കെ, റെഡി. ഇത് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കണമെങ്കിൽ 1 1 on 2 കാണിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും FOG ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്ലീസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇവനും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നോക്കിയാൽ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ, ഓക്കെ, റിലേഷൻ ഇൻ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ദാറ്റ് 2 divides a - b. അപ്പോൾ a - b ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ a - b ഈവൺ ആയിരിക്കണം. a - b ഇസ് ഈവൺ എന്ന് കാണിക്കുക. അത് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കുക. പെട്ടെന്നൊരു ഐഡിയ പറഞ്ഞുതരാം മക്കളെ. റിഫ്ലെക്സീവ് ആണ് ഫോർ എന്താണ്? ഇവിടെ a - a ഏത് നമ്പർ ചെയ്താലും 0 ആണ്. 0 ഇസ് ഡിവിസിബിൾ ബൈ 2. ഓക്കെ, 0/2 0 ആണ്. ഓക്കെ, ഇനി നമ്പർ ഡിവൈഡ് ബൈ 0 0 എക്സെപ്റ്റ് ഫോർ 0. ഇനി a - b 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2m ആണെങ്കിൽ b - a റിവേഴ്സ് ആക്കിയാൽ എന്താണ്? -2m. അപ്പോഴെന്താ? ഡിവിസിബിൾ ആണ്, പറ്റും. ഓക്കെ, പിന്നെ എയും ബിയും ഓക്കെ a - b ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ b - c ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ഇവർ രണ്ടാളും ആഡ് ചെയ്ത് എന്ത് കിട്ടും? a - c ഈസ് ഈക്വൽ ടു 2 എന്തോ കിട്ടും. ഓക്കെ, അപ്പോൾ അതും ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ അതിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെവൽ കൂടുതലാണ്, പക്ഷേ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാം മനസ്സിലായെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ക്വസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ്. ഇത് ചെയ്താൽ നാളത്തെ എക്സാം ഈസി ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ളതെല്ലാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.